ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കാട്രിക് നഴ്സിംഗിനെ കുറിച്ചുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? അപ്പം അതിൽ നമ്മൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബാക്കി നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇൻ എറിക്സൺസ് തിയറി അഡോളസെന്റ് ഡെവലപ്സ് സെൻസ് ഓഫ് ഡാഷ്. ഇനി ഓപ്ഷൻസ് ഇതാണ്: ഇനീഷ്യേറ്റീവ്, ഇന്റലക്ട്, ഐഡന്റിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രി. ഓക്കെ. അപ്പം നമുക്കറിയാം ഇതിനകത്ത് ഇത് 2019 ESI എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കറിയാം ഈ എറിക്സൺ തിയറിയിൽ പറയുന്നത്, അപ്പം ഓരോ ഏജസിനും ഓരോ ഡെവലപ്മെന്റ് പറയുന്നുണ്ട് അല്ലേ? അപ്പം ഇതിൽ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? അഡോളസൻസിന്റെ പീരീഡ് ആവുമ്പോൾ നമുക്ക് എന്ത് വരും? ഐഡന്റിറ്റി ആണ് സെൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. ഡെവലപ്പ് ചെയ്യുന്ന സെൻസ് ഏതാണ്? ഐഡന്റിറ്റി ആണ്. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഏതാണ്? പ്രീ സ്കൂളറിൽ ഏതാണ്? പ്രീ സ്കൂളർ ചൈൽഡ് ഡെവലപ്പ് ചെയ്യുന്ന സെൻസ് ഏതാണ്? പ്രീ സ്കൂളറിന് ഡെവലപ്സ് ദ സെൻസ് ഓഫ് ഇനീഷ്യേറ്റീവ് ആണ് കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക. പ്രീ സ്കൂളർ ഡെവലപ്സ് ദ സെൻസ് ഓഫ് ഇനീഷ്യേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഇനി സ്കൂൾ ഏജ് ആവുമ്പോഴോ സ്കൂൾ ഏജ് ചൈൽഡ് ഡെവലപ്പ് സെൻസ് ഓഫ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ അഡോളസെന്റ് ആണെങ്കിൽ ഐഡന്റിറ്റി ആണ്, പ്രീ സ്കൂളർ ആണെങ്കിൽ ഇനീഷ്യേറ്റീവ് ആണ്, അതേപോലെ തന്നെ സ്കൂൾ ഏജ് ചൈൽഡ് ആണെങ്കിലോ ഇൻഡസ്ട്രി ആണ്, ഡെവലപ്സ് ദ സെൻസ് ഓഫ് ഇൻഡസ്ട്രി ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം എറിക്സന്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പഠിക്കണം. സ്റ്റേജസ് ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള കാര്യമാണ്. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഐഡന്റിറ്റി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോർഡിംഗ് ടു കുബ്ലർ-റോസ് തിയറി ഓഫ് ഗ്രീഫ്, വിച്ച് among the following behavior is observed in stage 2? ഓക്കെ, അപ്പൊ നമുക്കറിയാം കുബ്ലർ-റോസിന്റെ തിയറി ഓഫ് ഗ്രീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് ആണ് നമ്മൾ എന്താണ് പഠിക്കുന്നത്. അപ്പൊ 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് അക്കോർഡിംഗ് ടു കുബ്ലർ-റോസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ 5 സ്റ്റേജസ്? നമ്മൾ പണ്ട് പഠിച്ചതാണ്. പണ്ട് നമ്മൾ സൈക്കാട്രി പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഫസ്റ്റ് എന്താണ്? സൈക്കാട്രി നഴ്സിംഗ് ഫൗണ്ടേഷൻ ഒക്കെ പഠിച്ചപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഡിനയൽ ആണ് അല്ലെ? അപ്പം ഡിനയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ നമ്മുടെ ഒരു സ്റ്റേജ് ആണല്ലോ അല്ലെ? സ്റ്റേജ് ഓഫ് ഗ്രീഫ് ആണ്. അപ്പൊ നമ്മൾ എന്താണ് പറയാ? ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നതാണ് എന്ത്? രണ്ടാമത്തെയാണ് ആങ്കർ എന്ന് പറയുന്നത്. ആങ്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരോടും ദേഷ്യം വരും, ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾ മറ്റുള്ളവരെയൊക്കെ ബ്ലെയിം ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് ആങ്കർ ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഏതാ വരുന്നത്? മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബാർഗെയിനിങ് ആണ് അല്ലെ? അതായത് നമുക്ക് എന്താണ്, നമുക്കറിയാം ഇത് നഷ്ടപ്പെട്ടു പോയി എന്ന്, പക്ഷെ നമ്മളുടെ ഉള്ളിൽ ഒരു ഫോൾസ് ഹോപ്പ് വരും അല്ലെ? അതായത് നമുക്ക് എന്താണ്, ഇതെങ്ങനെയെങ്കിലും തിരിച്ചു വരണം, അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജിലെത്തും. അതാണ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ സ്റ്റേജ് ഏതാണ്? ഡിപ്രഷൻ ആണ് അല്ലെ? അത് നമുക്ക് ലോസ് ആയി എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എനിക്കത് നഷ്ടപ്പെട്ടു, ഞാൻ വളരെ വിഷമിതയാണ് എന്നൊക്കെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയിലെത്തും. അതാണ് നാലാമത്തെ സ്റ്റേജ്, ഡിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അക്സെപ്റ്റൻസ് അല്ലെ? അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം ഏബിൾ ടു എക്സിസ്റ്റ് ആൻഡ് ഐ അഡ്ജസ്റ്റ് വാട്ട് ഹാപ്പൻ ടു മീ. ഓക്കെ, എനിക്ക് ലോസ് ഉണ്ടായി, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്തു, അതിനെ മറികടക്കാൻ ഞാൻ അഡ്ജസ്റ്റഡ് ആണ്. ആ ഒരു സ്റ്റേജ് ആണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 സ്റ്റേജ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? നമ്മളോട് ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ സ്റ്റേജ് ആണ് അല്ലെ? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ആങ്കർ ആണ്. ആൻസർ ബി ആണ് ഇവിടെ ആൻസർ. അപ്പൊ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഡിനയൽ, ആങ്കർ, ബാർഗെയിനിങ്, ഡിപ്രഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഓഫ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്? 1982 കേട്ടോ, ഓർത്തിരിക്കുക. നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഓഫ് 1982. അടുത്ത ചോദ്യം, ഇത് പബ്ലിക് ഹെൽത്ത് നഴ്സ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനറ്റ്, ഓപ്ഷൻ ബി എറിക് എറിക്സൺ, ഓപ്ഷൻ സി ആൽഫ്രഡ് അഡ്ലർ ആൻഡ് ഓപ്ഷൻ ഡി കാൾ ജങ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആൽഫ്രഡ് ബിനറ്റ് ആണ്. ഓക്കെ, അപ്പം ഇദ്ദേഹമാണ് എന്താ അറിയപ്പെടുന്നത്? മാൻ ഹു ക്രിയേറ്റഡ് ദ ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ്. ഓക്കെ, ഓർത്തിരിക്കുക, എപ്പോഴും ആദ്യത്തെ ഇന്റലിജൻസ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ആര്? ആൽഫ്രഡ് ബിനറ്റ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു ഇന്റലിജൻസ് ടെസ്റ്റ് എന്നും എൻ്റെ ഫാദർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഫാദർ ഓഫ് IQ ടെസ്റ്റിംഗ് എന്നറിയപ്പെടുന്നതും
ആൽഫ്രഡ് ബിനെറ്റ് ആണ്. അതും കൂടെ ഓർത്തിരിക്കുക. ഫാദർ ഓഫ് IQ ടെസ്റ്റിംഗ് എന്ന് പറയുന്നതും ആൽഫ്രഡ് ബിനെറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി എറിക്സണോ? എറിക്സൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എറിക്സൺ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് എറിക് എറിക്സൺ. ഓക്കെ, പിന്നെ ആൽഫ്രഡ് ആഡ്ലർ. ആൽഫ്രഡ് ആഡ്ലർ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സ്കൂൾ ഓഫ് ഇൻഡിവിജ്വൽ സൈക്കോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് ആൽഫ്രഡ് ആഡ്ലർ എന്ന് പറയുന്നത്. ഇനി കാൾ ജങ്ങോ? കാൾ ജങ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ദ തിയറി ഓഫ് ദ കളക്റ്റീവ് കോൺഷ്യസ്, ഓക്കെ, അൺകോൺഷ്യസ്, ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ് ആര്? കാൾ ജങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇവിടുത്തെ ആൻസർ എന്താണ്? ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ഈസ് നോൺ ആസ് ആൽഫ്രഡ് ബിനെറ്റ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, അനദർ ടേം ഫോർ സൂപ്പർ ഈഗോ. ഓക്കെ, ഇത് 2012 ജിപ്മർ എക്സാമിന് വേണ്ടി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനദർ ടേം ഫോർ സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോന്റെ മറ്റു നെയിം എന്താ? ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സെൽഫ്, ഐഡിയൽ സെൽഫ്, കോൺഷ്യൻസ് ആൻഡ് സബ് കോൺഷ്യൻസ്. സബ് കോൺഷ്യസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? കോൺഷ്യൻസ് ആണ്. ഓക്കെ, അപ്പം അനദർ നെയിം ഓഫ് സൂപ്പർ ഈഗോ ഈസ് നോൺ ആസ് ഓപ്ഷൻ സി, കോൺഷ്യൻസ്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. ദ പാർട്ട് ഓഫ് മൈൻഡ് ദാറ്റ് ഡിസ്റ്റിങ്ക്വിഷസ് റൈറ്റ് ഫ്രം റോങ് ആൻഡ് ആക്ട് ആസ് സെൻസർ ഓഫ് ബിഹേവിയർ ഈസ് നോൺ ആസ് ഓപ്ഷൻസ് 1 ഇത്, ഈഗോ, സൂപ്പർ ഈഗോ ആൻഡ് ലിബിഡോ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യാണ്? ഡിസ്റ്റിങ്ക്വിഷസ് റൈറ്റ് ഫ്രം റോങ് ആൻഡ് ആക്ട് ആസ് എ സെൻസർ ഓഫ് ബിഹേവിയർ, അല്ലെ? അതായത് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുക, എന്നിട്ട് നമ്മൾ എന്താണ് ഒരു നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അതിന് എന്ത് പറയുന്നത്? സൂപ്പർ ഈഗോ. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്തിരിക്കുക, ഇവിടത്തെ ആൻസർ സൂപ്പർ ഈഗോ ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 1912, 1947, 1982 ആൻഡ് 1987. 1982 നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്തായിരുന്നു 1982 എന്ന് പറഞ്ഞാൽ? അതായത് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1982-ലായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് was passed in the year 1987. According to Indian Mental Health Act 1987 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇവിടുത്തെ ആൻസർ 1987 ആണ്, ഓപ്ഷൻ ഡി. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത് തന്നെയാണ് അടുത്ത ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു മെന്റൽ ഹെൽത്ത് ആക്ട് 1987, ലീവ് ഓഫ് ആബ്സെൻസ് റെഫേഴ്സ് ടു mentally ill patient is forcefully removed from the hospital, or mentally ill patient is denied entry into the hospital, or mentally ill patient is given time limited leave, or mentally ill patient is leaving the hospital without permission. Okay, without permission leave ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്താ abscond എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ mentally ill patient is given time limited leave എന്ന് പറയുന്നതാണ് നമ്മളെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് അക്കോർഡിംഗ് ടു ഇന്ത്യൻ മെന്റൽ ഹെൽത്ത് ആക്ട് 1987, ലീവ് ഓഫ് ആബ്സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഇൽ പേഷ്യൻസിന് നമ്മൾ ഒരു ടൈം ലിമിറ്റഡ് ലീവ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന് അതുപോലെ തന്നെ ഇവർക്ക് ഈ ടൈം ലിമിറ്റഡ് ലീവ് കൊടുക്കുന്നതിന് പരോൾ എന്നും പറയാറുണ്ട്. ഓക്കെ, പരോൾ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതായത് അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അവർ അവിടുത്തെ പേഷ്യൻസ് ആണ്, അവിടുത്തെ അഡ്മിഷൻ ആണ്, പക്ഷെ അവർക്ക് ഒരു ടൈം ലിമിറ്റഡ് ലീവ് കൊടുക്കുന്നു. ഓക്കെ, അതിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ലീവ് ഓഫ് ആബ്സെൻസ് എന്ന് പറഞ്ഞാൽ മെന്റലി ഇൽ പേഷ്യന്റ് ഈസ് ഗിവൺ ടൈം ലിമിറ്റഡ് ലീവ്. അടുത്ത ക്വസ്റ്റ്യൻ ഡെവലപ്മെന്റുമായിട്ട് റിലേറ്റഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ദ ഈഡിപ്പസ് കോംപ്ലക്സ് ഈസ് സീൻ ഇൻ ആരിലൊക്കെയാണ്? ദ ബോയ്സ് ഓഫ് 1 to 3 years of age, ഗേൾസ് ഓഫ് 1 to 3 years of age, ബോയ്സ് ഓഫ് 3 to 5 years ആൻഡ് ഗേൾസ് ഓഫ് 3 to 5 years of age. ഇവിടെ ആൻസർ വരുന്നത് ഈഡിപ്പസ് കോംപ്ലക്സ് ആരിലാണ് വരുന്നത്? ഓക്കെ, ഈഡിപ്പസ് കോംപ്ലക്സ് വരുന്ന ആരിലാണ്? ബോയ്സ് ഓഫ് 3 to 5 years of ഏജിലാണ് ഈഡിപ്പസ് കോംപ്ലക്സ് ഉണ്ടാവുന്നത്. അടുത്തത് ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ സെപ്പറേഷൻ ഓഫ് തോട്ട് ഓർ മെമ്മറി ഫ്രം ഇറ്റ്സ് അസോസിയേറ്റഡ് ഫീലിംഗ് ഓർ ഇമോഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഐഡിയലൈസേഷൻ, പ്രൊജക്ഷൻ, ഇന്റലക്ച്വലൈസേഷൻ ആൻഡ് ഐസൊലേഷൻ. ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ നമുക്കറിയാം, ഇത് എയിംസിൽ, അതായത് ഭോപ്പാൽ എയിംസ് 2018 നഴ്സിംഗ് ഓഫീസർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസൊലേഷൻ നമുക്കറിയാം ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് അല്ലെ? അതായത് ഈ ഹാംഫുൾ തോട്ട്സിൽ നിന്നൊക്കെ ഉള്ള ഒരു സെൽഫ് ഡിഫെൻസിനെയാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഐസൊലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എന്താണ് ഒരു കൊഗ്നീഷൻസിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ഒരു ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാവുന്ന കൊഗ്നീഷൻസിൽ നിന്നൊക്കെ ആ കൊഗ്നീഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു ഡിഫെൻസ് മെക്കാനിസം ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, ദ സെപ്പറേഷൻ ഓഫ് തോട്ട് ഓർ മെമ്മറി ഫ്രം ഇറ്റ്സ് അസോസിയേറ്റഡ് ഫീലിംഗ് ഓർ ഇമോഷൻ ഈസ് നോൺ ആസ് ഐസൊലേഷൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക.
അടുത്ത ചോദ്യം നോക്കാം. ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റെഡിലി റിക്കവർ ഫ്രം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഈസ് കോൾഡ്. എന്താണ് അതിനെ പറയാ അല്ലെ? ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഈസിലി നമ്മൾ എന്താണ് റിക്കവർ ആവുകയാണ്. അതിനെ പറയുന്നത് മെന്റൽ ഫ്രീഡം, ആൻഡ്രോഗൈനി, ഹാർഡിനസ് ആൻഡ് റെസീലിയൻസ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റെസീലിയൻസ് ആണ്. ഓക്കെ, അപ്പൊ റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ സൈക്കോളജിക്കൽ റെസീലിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനെ അല്ലെങ്കിൽ ഒരു ക്രൈസിസിനോട് നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുകയും ആ ക്രൈസിസിനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് പ്രീ ക്രൈസിസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ ഈസിലി എത്തുകയും ചെയ്യുന്നതിനെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? റെസീലിയൻസ് ആണ്. ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു റെഡിലി റിക്കവർ ഫ്രം സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് റെസീലിയൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അഡാപ്റ്റീവ് മെക്കാനിസം ഓഫ് ഗിവിംഗ് എക്സ്ക്യൂസസ് വെൻ എ പേഴ്സൺ കനോട്ട് സോൾവ് എ പ്രോബ്ലം. അല്ലെ, ഒരാൾക്കൊരു അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ അല്ലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അവരെന്ത് ചെയ്യും? അഡാപ്റ്റീവ് മെക്കാനിസം ആയിട്ട് എന്താണ് എക്സ്ക്യൂസസ് പറയാൻ തുടങ്ങും. അല്ലെ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾക്കൊരു എന്താണ് ഒരു വർക്കോ അസൈൻമെന്റോ ഒന്നും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിന് ഓരോ എക്സ്ക്യൂസസ് പറയും. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ടാണ്, എനിക്കത് അവരത് തരാത്തത് കൊണ്ടാണ്, എനിക്ക് കണ്ടന്റ് കിട്ടാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് എക്സ്ക്യൂസസ് പറയും. അതിന് എന്താണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ പ്രൊജക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, റാഷണലൈസേഷൻ ആൻഡ് കോമ്പൻസേഷൻ. ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് റാഷണലൈസേഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, റാഷണലൈസേഷൻ. എന്തുകൊണ്ടാണ് ഈ അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻഡിവിജ്വൽ എന്ത് ചെയ്യും? ജസ്റ്റിഫൈ ചെയ്യാണ് നമ്മുടെ ഫെയിലിയറിനെ, അല്ലെങ്കിൽ ഒരു സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുകയാണ് അദ്ദേഹം, അല്ലേ? അതായത് എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ട് അതിനങ്ങ് ബ്ലെയിം ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഇപ്പം നമ്മൾ ഒരു സ്റ്റുഡൻറ് ഏതെങ്കിലും ഒരു എക്സാമിന് ഫെയിൽ ആയെന്ന് ഓർക്കുക. ഓക്കെ, അപ്പം ആ കുട്ടി പറയാണ്, ഞാൻ ഫെയിൽ ആവാനുള്ള കാരണം ഈ ഹോസ്റ്റൽ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ മലയാളത്തിൽ ക്ലാസ് എടുത്തത് കൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാഞ്ഞത്. അങ്ങനത്തെയൊക്കെ പല പല കാര്യങ്ങൾ വെച്ച് ജസ്റ്റിഫൈ ചെയ്യാം. ഓക്കെ, അതിനെയാണ് ഇവിടെ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഡോക്ടർ ഷോപ്പിംഗ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹൈപ്പോകോൺട്രിയക് ഡിസീസ് ആൻഡ് വിച്ച് ഡിഫൻസ് മെക്കാനിസം ഈസ് ദ റൂട്ട് ഓഫ് ദിസ് ബിഹേവിയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഹൈപ്പോകോൺട്രിയാസിസ് ഉള്ള പേഷ്യൻസ് എന്താ വിചാരിക്കുന്നത്? അവർക്ക് കാണിക്കുന്ന ഈ ഹെൽത്ത് സിംറ്റംസ് ഒക്കെ മറ്റെന്തോ അസുഖം കൊണ്ടുള്ളതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ്? അവർക്ക് വേറെ എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടെന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് എന്താണ് അതിന് അണ്ടർലൈങ് പാത്തോളജി ഒന്നും ഇല്ലാന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഒരു ഡോക്ടർ അവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും? വിശ്വാസം വരൂല. അവർക്ക് ആ ഡോക്ടറെ വിശ്വാസം വരൂല. അവരെന്ത് ചെയ്യും? അത് ഗൈനിക്കാതെ അടുത്ത ഡോക്ടറെ പോയി കാണും. അതിനെയാണ് ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏത് മെക്കാനിസത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഡിനൈൽ ആണ് അത് വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ഡിനൈലിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ കാര്യം എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസ് എപ്പോഴും എന്ത് ചെയ്യാണ്? അവർ വിചാരിക്കുന്ന അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ട്, കാര്യങ്ങളുണ്ടെന്നൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷേ ഡോക്ടർ പറയാണ് നിങ്ങൾ നോർമൽ ആണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ ഡോക്ടർ പറഞ്ഞത് കേൾക്കാതെ ഒരു നെക്സ്റ്റ് ഒപ്പീനിയന് വേണ്ടിയിട്ട് അടുത്ത ഡോക്ടറെ അടുത്ത് പോകും. അതിനെയാണ് ഡോക്ടർ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് അലൗസ് ടു കൺവേർട്ട് അവർ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഇൻ ടു അക്സെപ്റ്റബിൾ ഫോം. അല്ലെ, ഒരു നമ്മുടെ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയറിനെ അക്സെപ്റ്റബിൾ ഫോമിലോട്ടാക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് എന്താണ് നമ്മൾ പറയുന്നത്? ഓർക്കുക, സബ്ലിമേഷൻ ആണ്. ഇതൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓർത്തിരിക്കുക, സബ്ലിമേഷൻ. എ ഡിഫൻസ് മെക്കാനിസം ദാറ്റ് അലൗസ് ടു കൺവേർട്ട് അവർ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഇൻ ടു അക്സെപ്റ്റബിൾ ഫോം ആണ് എന്ത്? സബ്ലിമേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണിത്. അതായത് സൈക്യാട്രിക് എമർജൻസീസ് ഇൻക്ലൂഡ് ഓൾ എക്സെപ്റ്റ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് സൈക്യാട്രിക് എമർജൻസീസ്, ഏതാണ് സൈക്യാട്രിക് എമർജൻസി അല്ലാത്തത്? അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്കറിയാം, ഇത് വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. അത് ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഏറ്റവും മോസ്റ്റ് കോമൺ സൈക്യാട്രിക് എമർജൻസി ഏതാണെന്നുള്ളതും കണ്ടിട്ടുണ്ട്. ഏതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സൈക്യാട്രിക് എമർജൻസി? അതും ഇതിനകത്ത് തന്നെ ഉണ്ട്. സൂയിസൈഡ് ആണ് മോസ്റ്റ് കോമൺ സൈക്യാട്രിക് എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സൂയിസൈഡ് ഒരു സൈക്യാട്രിക് എമർജൻസിയാണ്. പാനിക് ഡിസോർഡർ അല്ലേ, അതും ഒരു സൈക്യാട്രിക് എമർജൻസി തന്നെയാണ്. പിന്നെ വരുന്നത് ഏതാണ്? ഡ്രഗ് ഡിസോർഡേഴ്സ്, ഡ്രഗ് യൂസ് ഡിസോർഡേഴ്സും ഒരു സൈക്യാട്രിക് എമർജൻസിയാണ്. ഇൻസോംനിയ പക്ഷേ ഒരു സൈക്യാട്രിക് എമർജൻസി അല്ല. ഓക്കെ, അതെന്താണ്? അത് നമുക്കൊരു എമർജൻസി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല. അപ്പോൾ ഓർത്തിരിക്കുക, സൈക്യാട്രിക് എമർജൻസീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻക്ലൂഡ് ആവുന്നത് സൂയിസൈഡ്, പാനിക് ഡിസോർഡേഴ്സ്, ഡ്രഗ് യൂസ് ഡിസോർഡേഴ്സ് ആണ്. ഇൻക്ലൂഡ് അല്ലാത്തതാണ് ഇൻസോംനിയ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഇൻസോംനിയ.
ഓക്കെ, അപ്പം നമ്മൾ ഇന്നും 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു നോട്ട്സിലൂടെയൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം ബാക്കി ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.